മോർണിംഗ് ഡിയേഴ്സ്. അപ്പോൾ ഈ ഒരു മെറ്റീരിയലും കൊണ്ടാണ് ഇന്ന് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കാൻ പോണത് കേട്ടോ. ഈ ഒരു മെറ്റീരിയലിൻ്റെ പേര് സ്റ്റോക്കിംഗ് ക്ലോത്ത് എന്ന് എന്തോ ആണ് തോന്നുന്നു. സ്റ്റോക്കിംഗ് മെറ്റീരിയൽ എന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ ഇതിൻ്റെ കുറേ കളക്ഷനും കാര്യങ്ങളൊക്കെ കാണിക്കും. ഇത് സിംഗിൾ പീസായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 15 രൂപ 20 എന്തോ ആണ്. ആക്ച്വലി ഞാൻ മുമ്പ് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നെറ്റിൻ്റെ. എൻ്റെ മുമ്പത്തെ വീഡിയോസൊക്കെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ കണ്ടവരാണെന്നുണ്ടെങ്കിൽ അറിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ നെറ്റിൽ ഇതുപോലെ ഫ്ലവർ മേക്കിങ്ങിൻ്റെ കമ്പി വെച്ചിട്ട് ഒരു ഫ്ലവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ നെറ്റല്ലാതെ നമ്മൾ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ്, അതായത് ഈ ഒരു ബനിയൻ്റെ മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫ്ലവർ മേക്കിങ്ങിൻ്റെ കമ്പി ഇതുപോലെ എന്തെങ്കിലും ഒരു സർക്കിളിലോ നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് ആ ഒരു ഷേപ്പിൻ്റെ ഒരു സാധനം എടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ ചുരുട്ടി എല്ലാ കമ്പികളും ഇതേപോലെ ഒരു ഷേപ്പാക്കി എടുക്കുക. എത്ര ഇതൾ വേണോ അത്രയും കമ്പികൾ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. ഇല്ലാതെ നമ്മൾ നോർമലി കൈ കൊണ്ട് ഇങ്ങനെ വളച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ എല്ലാം ഒരേ ഷേപ്പിൽ കിട്ടില്ല. അതുകൊണ്ടാണ് ഇതുപോലെ ഒരു നൂലിൻ്റെ ഇതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുക, സർക്കിൾ ഷേപ്പിൽ ആക്കിയെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 5 ഇതളിന് വേണ്ടിയിട്ടുള്ളത് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം എല്ലാം ഒന്ന് സ്റ്റഡി ചെയ്ത് കൊടുക്കുക. അറ്റത്ത് വളഞ്ഞിരിക്കണമെങ്കിൽ അതൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കുക കേട്ടോ. ഇനി നമ്മുടെ ഈ ഒരു മെറ്റീരിയൽ, ഈ ഒരു ബനിയൻ ക്ലോത്തിൻ്റെ ഈ ഒരു മെറ്റീരിയൽ എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള പീസ് മാത്രം കട്ട് ചെയ്തെടുക്കുക. ഞാൻ പൊതുവേ കുറച്ച് പിശിക്കുകയാണ്, അതുകൊണ്ട് തന്നെ ക്ലോത്തൊക്കെ ഞാൻ കുറച്ച് അളവിന് മാത്രമേ മുറിച്ചിട്ടുള്ളൂ. നിങ്ങൾ എടുക്കുന്ന സമയത്ത് വെച്ച് നോക്കിയിട്ട് അളവിനുള്ളത് മാത്രം എടുക്കുക. വെറുതെ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ഇതൊന്നും കാശ് കൊടുക്കാതെ കിട്ടുന്ന സാധനം അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് എടുക്കുക. എന്നിട്ട് അതിന് ശേഷം ഈ കമ്പിയിലേക്ക് നമ്മളിത് വെച്ചിട്ട് നന്നായിട്ട് അടിവശത്തേക്ക് വലിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ചുറ്റിയിട്ട് നൂല് ചുറ്റിയിട്ട് കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ അതവിടെ സ്ട്രോങ് ആയിട്ട് ഇരുന്നോളും. ഇങ്ങനെ നന്നായി വലിച്ചു കൊടുക്കുമ്പോഴാണ് ആ ഒരു നെറ്റിൻ്റെ ഒരു ഇത് കിട്ടുള്ളൂ. ആക്ച്വലി ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ നെറ്റ് വെച്ച് ചെയ്തത് കുറച്ച് നമുക്ക് ടഫായിരുന്നു. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ കാണാൻ ഭംഗി തോന്നിയത് നെറ്റിൻ്റെയാണ് കേട്ടോ. കുറച്ചുകൂടെ ഭംഗിയെന്ന് അതുപോലെ തന്നെ ക്വാളിറ്റി എനിക്ക് തോന്നിയത്, ഇത്തിരി ഒന്ന് സ്റ്റാൻഡേർഡ് തോന്നിയത് എനിക്ക് ഈ നെറ്റിൻ്റെ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്തപ്പോഴാണ്. പക്ഷേ ഇതും നല്ല ബെറ്ററാണ് കാണാൻ. എല്ലാം ഫൈനൽ ലുക്ക് ചെയ്ത് വരുന്ന സമയത്ത് കാണാൻ ഭംഗിയുണ്ട്. പക്ഷേ ഈ ഒരു ക്ലോത്ത് കുറച്ചൊന്ന് എന്താ പറയുക, കുറച്ചൊന്ന് ഒരു പഴയതുപോലെയൊക്കെ നമുക്കത് ഫീൽ ചെയ്യും. പക്ഷേ ആ ക്ലോത്തിൻ്റെ ഒരു ടെക്സ്ചർ അങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടെ എളുപ്പമാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്ത് ചെയ്യുക. എന്നിട്ട് ബാക്കി വരുന്ന അറ്റത്ത് വരുന്ന ഈ ഒരു പീസൊക്കെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കളയാണ് ചെയ്യണത് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം മതിയല്ലോ. അതുപോലെ തന്നെ ഈ അറ്റത്ത് ഇത്ര പീസുകളൊക്കെ വന്നു കഴിഞ്ഞാലും നന്നായിട്ടുണ്ടാവില്ല. നമ്മളിത് ഫ്ലവർ രൂപത്തിലേക്ക് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കാനാണ് പോണത്. അപ്പോൾ നിങ്ങൾക്ക് ഒട്ടിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഒട്ടിച്ചെടുക്കാം. ആക്ച്വലി ഈ ഒരു ഫ്ലവർ മേക്ക് ചെയ്തിട്ട് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ആരി വർക്കിൻ്റെ ഡിസൈൻ, അതുപോലെ തന്നെ എംബ്രോയിഡറി ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടെ നമ്മൾ ഹെയർ ആക്സസറീസിലും ഇങ്ങനെയുള്ള ഫ്ലവേഴ്സും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള മെറ്റീരിയൽസൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതായത് ഫെൽറ്റ് ഷീറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ വെച്ച് ചെയ്യുക. അപ്പോൾ തന്നെ ഈ അടിവശത്ത് വരുന്ന ഈ ഒരു കമ്പി ഉണ്ടല്ലോ, അത് നമ്മൾ കുറച്ച് ബാക്കിലേക്കായിട്ട് ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കുക കേട്ടോ. നമുക്ക് അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും. ഇല്ലെങ്കിൽ ഈ കോൽ ഇങ്ങനെ ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ ഓരോ ഇതളിനും ഇങ്ങനെ തടസ്സമാകും. അതുപോലെ തന്നെ കുറച്ച് ഫ്ലവർ വലുതാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ആ കമ്പി ബാക്ക് വശത്തേക്ക് ഇങ്ങനെ മടക്കാൻ പറ്റും അത്രത്തോളം നിങ്ങൾ ബാക്ക് വശത്തേക്ക് വെച്ച് മടക്കി കൊടുക്കുക. എന്നിട്ട് ബാലൻസ് എന്തെങ്കിലും വൃത്തികേടായിട്ട് രീതിയിൽ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ തുണിയൊക്കെ ഞങ്ങൾ കട്ട് ചെയ്ത് കൊടുത്തു കളയുക കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഫെൽറ്റ് ഷീറ്റ് ഇല്ലാത്ത കാരണം ഞാനിതിന് മാച്ചായിട്ട് ചെറിയൊരു ഷെയ്ഡ് വെച്ച്, ചെറുതല്ല നല്ല ഷെയ്ഡ് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു കുഞ്ഞു പീസ് ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് സൂചി നൂല് നമ്മുടെ കോർത്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓരോ എതിരുകളും നമ്മളിങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേറെ ഏത് ഡിസൈൻ വേണമെങ്കിലും ലീഫോ വേറെ എന്തെങ്കിലും ബീഡ്സ് വർക്കൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇങ്ങനെ അടുത്തടുത്ത് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഒരു 2 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഗം അപ്ലൈ ചെയ്തതിന് ശേഷം ഒട്ടിച്ചതിന് ശേഷം വീണ്ടും സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ, അതായത് ഗം ഒട്ടിച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടാണ് തോന്നുന്നത് ഈ ഹെയർ ആക്സസറീസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ 4 ഇതളും ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ 5ാമത്തെ ഇതളും വെച്ചെടുക്കുക. അത് പറയേണ്ട ആവശ്യമില്ലല്ലോ, 4 വെച്ച് നമ്മൾ 5ാമത്തെ ഓട്ടോമാറ്റിക്കായിട്ട് വെക്കില്ല. അപ്പോൾ അത് ഇതുപോലൊരു ഫ്ലവർ രൂപത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മളിത് അടിവശത്ത് ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നോർമലി നമ്മൾ തുണിയൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൈ കൊണ്ട് സ്റ്റിച്ച് ചെയ്ത കെട്ടില്ലേ, അതേപോലെ നമ്മൾ കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ.
എന്നിട്ട് നമ്മൾ ബാലൻസ് വരുന്ന ത്രെഡ് കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം ഇതിൻ്റെ സെൻറ്ററിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വൃത്തികേടായിട്ടുള്ള രീതിയിലൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ആ എക്സ്ട്രാ വരുന്ന ക്ലോത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് നമ്മുടെ ഈ ഫ്ലവർ മേക്കിൻ്റെ ആ കമ്പിയിൽ പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിരിച്ചും മറിച്ചും കുളിച്ചൊക്കെ കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ ഒരു ഓർഡർ ഇല്ലാത്ത രീതിയിലിരിക്കും. ഇപ്പോൾ കുറച്ച് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇല്ലേ. അതിനുശേഷം നമ്മുടെ ഈ 8000 ഗ്ലൂ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റേ നോർമൽ പശയൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ 8000 ആണെങ്കിൽ കുറച്ചുകൂടെ സ്ട്രോങ് ആയിരിക്കും പശ. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുക്കുന്നത് കേട്ടോ. ഒട്ടിക്കിട്ടാൻ കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. എന്നിട്ട് അത് നമ്മൾ സെൻറ്ററിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം ഇതിൽ സെൻറ്ററിൽ നമ്മൾ എന്തായാലും എന്തെങ്കിലും ഒരു സ്റ്റോൺ വെച്ചിട്ട് കവർ ചെയ്യണം. അപ്പം നിങ്ങൾക്ക് എത്രത്തോളം സെൻറ്ററിൽ ഡിസൈൻ വേണം അതിനനുസരിച്ച് നിങ്ങൾ ഗം അപ്ലൈ ചെയ്തതിന് ശേഷം കവർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ബ്ലാക്ക് മുത്തുകളാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടവർക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബ്ലാക്ക് മുത്താകുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും വിചാരിച്ചിട്ടാണ് ഞാനിത് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഞാനൊരു സ്കൈ ബ്ലൂവിൽ ഒരു ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇതേ സെയിം മോഡൽ തന്നെ. അപ്പോൾ അതെന്തായാലും ഇതിൻ്റെ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കൊടുക്കാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് നല്ല ഭംഗിയിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണിത്. അതുപോലെ തന്നെ ഇത് നമുക്ക് സ്റ്റിച്ചിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റും, ഹെയർ ആക്സസറി യൂസ് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ നിങ്ങൾ വല്ല കമ്മലോ ലോക്കറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ടും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതും കൊണ്ട് കമ്മലുണ്ടാക്കണതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എന്തായാലും വഴിയെ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ. ഈ ഒരു മോഡൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്യണം. ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ ഇഷ്ടം പോലെ സ്റ്റോറുകൾ ആമസോൺ ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജുകളൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ. നാളെ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. നമ്മുടെ ചാനലൊക്കെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. 90% ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും കാണണം. നിങ്ങൾ എന്തായാലും കാണുന്ന സ്ഥിതിക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്കും കൂടെ ഒരു യൂസ്ഫുൾ ആയിരിക്കില്ലേ. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ സജഷൻസ് ഒക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ബാക്ക് വശം നിങ്ങൾ കവർ ചെയ്യാൻ മറക്കരുത്. ക്ലിപ്പിലേക്കാണെങ്കിലും ഹെയർ ബാൻഡിലേക്കാണെങ്കിലും ഒട്ടിക്കുന്ന സമയത്ത് ബാക്ക് വശം എന്തായാലും കവർ ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്താൽ വെച്ച ആ ഒരു വൃത്തിയായിട്ട് രീതി കാണും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ. നാളെ വെറൈറ്റി വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.